എല്ലാവർക്കും നമസ്കാരം. ഉത്സവ് KPCCയുടെ സംസ്കാര സാഹിതി 2026 ഉത്സവ് എന്ന പരിപാടി ഇവിടെ നിരവധിയായ പരിപാടികളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. പുസ്തകോത്സവം, നാടകോത്സവം, സെമിനാറുകൾ, സാഹിത്യ ചർച്ചകൾ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല്, ഇതര കലാപരിപാടികൾ, ചിത്രകലാ ക്യാമ്പ്, ഫുഡ് കോർട്ട്, കലാമത്സരം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളുടെ 6 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ സാംസ്കാരിക മേളയുടെ സമാപന സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. വലിയ വിശിഷ്ട സാന്നിധ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. ആദരണീയനായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധി ശ്രീ CR മഹേഷ് എൻ്റെ ഒരു സ്വന്തം സഹോദര തുല്യനായ സുഹൃത്താണ്. ഇവിടെ ശ്രീ NV പ്രദീപ് കുമാറുണ്ട്. ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ്, മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ. ആലപ്പി വശത്തൊക്കെയുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനുമായി നല്ല സൗഹൃദമുള്ള മനുഷ്യൻ ശ്രീ NV പ്രദീപ് കുമാർ, അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ സലീം ഹസൻ ഉൾപ്പെടെ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വം ശ്രീ ജോസഫ് വാഴക്കൻ. അദ്ദേഹം പറയേണ്ട പേരുകളിൽ ഒന്നാണത്. ഞാൻ ഒരു ഓർഡറിലൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വിശദത്തിന് ഇനിയും നിരവധിയുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസിന്റെ രീതിയിൽ എല്ലാവരെയും പറയാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ ഈ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ രീതിയിൽ ഉണ്ടാകുന്നൊരവസ്ഥ, അത് നേതാക്കളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ചില പ്രോട്ടോക്കോൾ വേണം. നമുക്ക് ആവശ്യമുള്ളവർ മതി സ്റ്റേജില്. പക്ഷെ ഇവിടെ അല്ല, അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പൊ എല്ലാവരും ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കിയിട്ടില്ല. ചില വീടുകൾ അങ്ങനെയല്ല. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ശ്രീ CR പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇത് രാഷ്ട്രീയം സംസാരിക്കാനുള്ളൊരു വേദിയല്ല എന്ന് ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം ഒന്നും കൂടെ പറയുന്നില്ല. അത് നല്ല പറഞ്ഞു. ഞാൻ ഇതൊരു രാഷ്ട്രീയ വേദിയാണെങ്കിൽ ഞാൻ കരുതുകയില്ല എന്ന്. ഇതൊരു സംസ്കാര വേദിയാണ്. സംസ്കാര സാഹിത്യയുടെ, നാടക പ്രവർത്തകരുടെ, കലാപ്രവർത്തകരുടെ, ഷോർട്ട് ഫിലിം പ്രവർത്തകരുടെ, സിനിമ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള കലാ പ്രവർത്തകരുടെ ഒരു സംഗമ വേദി. അത് KPCC സാംസ്കാരിക സാഹിത്യയുടെ പേരിൽ ഒരുക്കുന്നു. അങ്ങനെ ഒരു സാംസ്കാരിക വേദിയിൽ സാന്നിധ്യമാകാനാണ് ഞാൻ ഇവിടെ എത്തിയത്. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് എഴുത്തുകാരനും കലാകാരനും നാടകക്കാരനും സിനിമാക്കാരനും മാത്രമല്ല. അതിന്റെ ആവിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, അതിന്റെ കലാസൃഷ്ടികളിൽ, സാഹിത്യ സൃഷ്ടികളുടെ ആവിഷ്കാരത്തിൽ മാത്രമല്ല, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമാണ്. ഒരു വ്യക്തിക്ക് അതിന് പറയാനുള്ള അഭിപ്രായങ്ങൾ അതൊരു രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു ചട്ടക്കൂടുകളിലും ഒതുങ്ങാതെ നിർഭയമായി സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഈ കോൺഗ്രസ് വേദികളെ കുറിച്ചൊരു അത് പറഞ്ഞുകൊണ്ടുള്ള ഭംഗിയോട് ഞാൻ പറഞ്ഞതാണ്. നെഹ്റുവിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നെഹ്റു പുതിയ തലമുറയൊക്കെ അദ്ദേഹത്തെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന സംശയമുണ്ട്. നമ്മുടെ രാഷ്ട്രശില്പി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും അദ്ദേഹത്തെ. പക്ഷെ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ലോക നേതാവ് നമുക്കങ്ങനെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. നെഹ്റുവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഗാന്ധിജി അത് മറ്റൊരു മഹാനേരു. നെഹ്റു ഈ ലോകത്തെ അറിഞ്ഞ, ഇന്ത്യയെ അറിഞ്ഞ, ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളും, എല്ലാ നാനാത്വങ്ങളും, എല്ലാ വൈവിധ്യങ്ങളും എല്ലാം അറിഞ്ഞ
ഒരു അതാണ് ലീഡർ, അതാണ് ഒരു നേതാവ്, ഒരു രാഷ്ട്ര നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീക്ഷണം അത് മതേതര സംഘടനത്തെക്കുറിച്ചാകട്ടെ, ജനാധിപത്യത്തെക്കുറിച്ചാകട്ടെ, സോഷ്യലിസത്തെക്കുറിച്ചാകട്ടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതുതന്നെയാണ് ഇന്നും രാഷ്ട്രശില്പി നെഹ്റുവിന്റെ വീക്ഷണങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഇന്നും മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ സ്രോതസ് എന്ന് ഞാൻ പറയും. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്, നെഹ്റുവിൻ ദർശനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞു മകൾക്ക് ജയിലിൽ കിടന്ന് എഴുതിയ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അത് നമ്മൾ വായിക്കേണ്ടത്. പുതിയ തലമുറ വായിക്കണം. അത് സാധാരണ ഒരു അച്ഛൻ ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ അച്ഛൻ പ്രവാസ ജീവിതം നിൽക്കുമ്പോൾ ഒരു 10-12 വയസ്സുള്ള തന്റെ മകൾക്ക് കുഞ്ഞിന് എഴുതുന്ന കത്തിലുണ്ടാകും, ഭക്ഷണം കഴിച്ചോ, എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ, അല്ലെങ്കിൽ നന്നായി പഠിക്കണം, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളുടെ ഒരു ലിസ്റ്റായിരിക്കും പലപ്പോഴും. നെഹ്റു തന്റെ മകൾക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ്, ഇന്ത്യയെക്കുറിച്ചുള്ള സമഗ്രമായ അറിവാണ് തന്റെ മക്കൾക്ക് പകർന്നു നൽകിയത്. ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളെക്കുറിച്ച്, സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ വിവിധങ്ങളായ എല്ലാ വൈവിധ്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും എല്ലാം എന്റെ കുഞ്ഞത് എത്രമാത്രം ആ ഒരു പ്രായത്തിൽ ഉൾക്കൊള്ളും എന്നത് അല്ല, അതിനൊക്കെ അപ്പുറം ആ കുഞ്ഞു മനസ്സിൽ ഇന്ത്യയുടെ ഒരു സമഗ്ര ചിത്രം അത് പതിപ്പിക്കാൻ ആ കത്തുകളിലൂടെ നെഹ്റുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് അനുഭവമാണ് ആ പുസ്തകം അത് വായിക്കുന്നത്. അദ്ദേഹം മണ്ണിനെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സർവ്വതും തന്റെ കുഞ്ഞു മനസ്സിലിങ്ങനെ, അതാണ് പിന്നീട് ഇന്ദിരാഗാന്ധി വളർന്നു വന്ന ആ ഒരു ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രശില്പിയായ നെഹ്റുവിന്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, മതേതര നിലപാടുകൾ, ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങൾ, ഇതെല്ലാം ഇന്ന് ഈ വർത്തമാനകാലം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. നമ്മുടെ ജനാധിപത്യം തന്നെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ടെന്ന്. ജനാധിപത്യം എന്നൊരു വല്ലാത്ത അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അംബേദ്കർ മുമ്പ് പറഞ്ഞു, ഭാവിയിൽ അന്നതൊരു പ്രവചന സ്വഭാവം പോലെ പറഞ്ഞതാണ് അംബേദ്കർ. ഭാവിയിൽ നമ്മുടെ ജനാധിപത്യത്തിന് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നത് മാറി അതൊരു കമ്പ്യൂണൽ മെജോറിറ്റി ആയിട്ട് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കർ പറഞ്ഞതാണ്. ഈ രാഷ്ട്രീയ ഭൂരിപക്ഷം, പൊളിറ്റിക്കൽ മെജോറിറ്റി, അത് ജനാധിപത്യത്തിൽ ആരോഗ്യകരമായ ഒന്നാണ്. അത് ആരോഗ്യകരമാണ്, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ജനാധിപത്യത്തിന്റെ. അത് രാഷ്ട്രീയ ഭൂരിപക്ഷം അതിങ്ങനെ മാറി വരാം. ഓരോ കാലത്തും അതാത് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതാത് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ മാറി വരാൻ പുതിയ ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടാം. പക്ഷേ ആ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ മാറ്റിയിട്ട് അവിടെ കമ്മ്യൂണൽ മെജോറിറ്റി, അത് വർഗീയ ഭൂരിപക്ഷമാണ്. ഈ വർഗീയ ഭൂരിപക്ഷത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ചില വിശ്വാസങ്ങൾ, ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിലൊക്കെ അധിഷ്ഠിതമായ ഒന്നാണ് ആ ഒരു ഭൂരിപക്ഷം. അങ്ങനെ ഒരു ഭൂരിപക്ഷം രൂപപ്പെട്ടാൽ അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ദീർഘദൂരമായ നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു പിൻബലം പറ്റി അതിങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ്. അത് അപകടകരമായ ഒന്നാണ് എന്ന് അംബേദ്കർ അന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഈ പൊളിറ്റിക്കൽ എന്നത് മാറി വർഗീയമായ ഭൂരിപക്ഷത്തിൽ വരുമ്പോൾ അതിന്റെ ഭാഗമായി ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരങ്ങൾ ഉണ്ടാകുന്നു. അത് ഭരണകൂടങ്ങളായി മാറുന്നു. ആ ഭരണകൂടങ്ങളുടെ ഫാസിസത്തിന്റെ സ്വഭാവം ഇങ്ങനെ അത് സാധാരണ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അതിന് ഈ ഒരു ഭൂരിപക്ഷം നിലനിർത്താൻ ആ ഒരു വർഗീയമായ ചില വികാരങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് ആൾക്കെത്തിച്ചു കൊടുത്താൽ മതി.
അതൊന്ന് ഇളക്കി വിട്ടു കൊടുത്താൽ മതി. അതിങ്ങനെ സ്ഥിരമായി ഇത് നിലനിൽക്കും. അതാണ് അതിൻ്റെ അവസ്ഥ. അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ രാജ്യത്ത് അന്ന് അംബേദ്കർ പറഞ്ഞതിൻ്റെ അനുകരണങ്ങൾ കാണുന്നു. ഇന്നിപ്പോൾ എഴുത്തുകാരൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതൊക്കെ വല്ലാതെ വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക. ഈ എതിർ ശബ്ദങ്ങളല്ലാതെ അവർ അസ്വസ്ഥമാക്കും. അത് ഉയർത്തുന്നവരെ നിശബ്ദമാക്കും, ചിലപ്പോൾ ഇല്ലാതാക്കിക്കളയും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവമല്ല. നമ്മൾ ജർമ്മനിയിൽ ഹിറ്റ്ലറാണ് ഫാസിസം എന്ന് നമ്മൾ വിചാരിക്കും. അതല്ല. ഇങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റം ആര് നടത്തുന്നതോ അതെല്ലാം ഫാസിസമാണ്. അത്തരം ഫാസിസം ഉണ്ടാകരുത്. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ മേലുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണ്. വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വല്ലാത്ത ചിന്ത ഇന്ന് നമ്മുടെ രാജ്യത്ത് വല്ലാതെ ആളിപ്പടരുന്ന സെൻസിറ്റീവായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ ഇന്നിപ്പോൾ നാടക മത്സരമൊക്കെ നടന്നു വരികയാണ്. ഇവിടെ 6 ദിവസത്തെ 6 നാടകങ്ങൾ നടന്നു ശ്രീ എൻ.വി. പ്രദീപ്കുമാർ പറയുകയുണ്ടായി. ഇവിടെ ഇന്നത്തെ ഒരു കലാകാരൻ, ഇന്നത്തെ ഒരു നാടകകാരന് താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അതേ ആശയങ്ങൾ, അതേ തീവ്രതയിൽ, അതേ അവസ്ഥയിൽ ആവിഷ്കരിക്കാനാകുമോ? അവരുടെ ചിന്തകൾ താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പല നാടകങ്ങളിലും ആവിഷ്കരിക്കപ്പെട്ട, സിനിമകളിൽ ആവിഷ്കരിക്കപ്പെട്ട പലതും ഇന്ന് ആവിഷ്കരിക്കാൻ പറ്റുമോ? അത്രമാത്രം നമ്മുടെ സമൂഹം അസഹിഷ്ണുതരായി മാറിയിരിക്കുന്നു. അത് നമ്മുടെ ചിന്തകളിൽ, നിലപാടുകളിൽ, ആശയങ്ങളിൽ, അഭിപ്രായങ്ങളിലെല്ലാം ഈ ഒരു പിടി നിൽക്കുന്നുണ്ട്. ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. ആ ഒന്നിച്ചു നിൽക്കേണ്ട മനുഷ്യ സമൂഹത്തെ ഭിന്നിപ്പിക്കുക, അതാണ് ചിലരുടെ അജണ്ട. അവിടെ ചില ചിത്രശക്തികൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. മനുഷ്യരെല്ലാ കാലത്തും ഒന്നിച്ചു നിന്ന് മുന്നേറേണ്ട സമൂഹമാണ്. അവിടെയാണ് ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ ഒക്കെ ചില ചിന്തകൾ, ചില വിഷവിത്തുകൾ പാടി മനുഷ്യരെ പരസ്പരം തമ്മിലിടിക്കാനും ഭിന്നിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളം, അന്ധകാരത്തിന്റെ ആയിരുന്ന കേരളം ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് ഒക്കെ മാറി ഒരു നവോത്ഥാന കേരളത്തിന്റെ ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാരുടെ, മറ്റ് ഇതര നവോത്ഥാന നായകരുടെ, എത്രയെത്ര മഹാമനുഷ്യരുടെ എത്രയെത്ര വലിയ സംഭാവനകളുണ്ട്. അതിലൂടെയൊക്കെയാണ്, അവർ നൽകിയ വെളിച്ചത്തിലൂടെയാണ് ഈ ഒരു ആധുനിക കേരളം ഒക്കെ രൂപപ്പെട്ടത്. പക്ഷെ നമ്മൾ വീണ്ടും പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ വർത്തമാനകാലത്ത് ജാതിയും മതവും ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? നോക്കൂ, നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് കാലഘട്ടത്ത്. എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെയും അല്ലെങ്കിൽ ഇഷ്ടത്തിരിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെയോ ജാതിയോ മതമോ എനിക്കൊന്നും അറിയില്ല. നമ്മൾ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ജാതിയും മതവും നമ്മൾ തിരക്കാറുണ്ടോ? മരുന്ന് നൽകുന്ന സിസ്റ്ററുടെ ജാതിയും മതവും തിരക്കുമോ? നമ്മൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ, അധ്യാപകരുടെ ആരുടെയും ജാതിയും മതവും തിരക്കുമോ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, അത് ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ബസ്സോ ട്രെയിനിലൊക്കെ നമ്മൾ പോകുന്ന ട്രെയിനിൽ ഓടിക്കുന്ന ആളെപ്പോലും നമ്മൾ കാണാറില്ല. ആരാണത് ഓടിക്കുന്നതെന്ന് പോലും അറിയില്ല. വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർ പൈലറ്റിനെയൊന്നും ഒരിക്കൽ കണ്ടിട്ടുണ്ടാവില്ല ആ ഓടിക്കുന്ന ആൾ. പക്ഷേ ആ മനുഷ്യരോടുള്ള ഒരു വിശ്വാസത്തിൽ തന്റെ ജീവൻ തന്നെ നമ്മൾ ഏൽപ്പിച്ചാണ് യാത്ര ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ജാതി മതവും ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാറുണ്ടോ? നമ്മൾ വളരെ സ്വസ്ഥമായി ഇറങ്ങുന്ന നമ്മുടെ ഭവനങ്ങൾ അതുണ്ടാക്കുന്നതാണ്. എത്രയെത്ര മനുഷ്യന്റെ അധ്വാനമാണ് അതിന്റെ പിന്നിൽ. എത്രയെത്ര മനുഷ്യർ, ഏതെല്ലാം ജാതി മത രാഷ്ട്രീയ ചിന്തകളിലുള്ള ഏതെല്ലാം മനുഷ്യർ, അവരുടെ അധ്വാന ഫലമാണ് നമ്മൾ ഇറങ്ങുന്ന, സ്വസ്ഥമായി, ശാന്തമായി, സമാധാനമായി ഇറങ്ങുന്ന നമ്മുടെ ഓരോ ഭവനങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ, അവരുടെ വിയർപ്പ് തൊഴിലുകൾ ഇവിടെയുണ്ട്. ആ മനുഷ്യരുടെ, അവരുടെ ജാതിയും മതവും നമുക്ക് തിരക്കാനാകുമോ? നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം പാവപ്പെട്ട കർഷകരുണ്ടാക്കുന്നതല്ലേ? പട്ടിണിയോട് പടവെട്ടി, ദാരിദ്ര്യത്തോട് പടവെട്ടി, മണ്ണിനോട് പടവെട്ടുന്ന പാവപ്പെട്ട കർഷകരെടുക്കുന്ന, നമ്മൾ വിരിച്ചറിഞ്ഞെടുത്ത ഭൂമോഷകത്തിന് മുമ്പിൽ ഇങ്ങനെ ആർത്തിയോടെ കൊടിയോടെ കഴിക്കുന്ന ഭക്ഷണം,
അതൊരുക്കുന്ന കർഷകന്റെ ജാതിയും മതവും നമുക്ക് ചിന്തിക്കാനാകുമോ? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കൂ, ഇതിന് ഓരോ നൂലുകളിലും എത്ര കൈകളിലൂടെ കടന്നുപോയിട്ടാണ് അതൊരു വസ്ത്രമായി അതിന്റെ പ്രത്യേക ഡിസൈനായി നമ്മുടെ ശരീരത്തിന് പാകപ്പെട്ട ഒരു വസ്ത്രമായി അത് രൂപാന്തരപ്പെടുന്നത്. എത്രയെത്ര മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ചിന്തകൾ, അവരുടെ വിയർപ്പ്, അവരുടെ അധ്വാനം, ഇതെല്ലാം ഇങ്ങനെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും വിശ്വസിച്ചും സഹവർത്തിത്വത്തോടുകൂടി കഴിയേണ്ട ഒരു ലോകത്തെ, ഒരു കാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ചിത്രശക്തികൾ, വിഷയത്തുകൾ, അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപരവിദ്വേഷം പ്രചരിപ്പിക്കുന്ന, പകയും വിദ്വേഷവും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതൊക്കെതിരെ കരുതിയിരിക്കേണ്ടതുണ്ട്. അതിനെതിരെയൊക്കെയുള്ള അത്തരം വർഗീയതയ്ക്കെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആയാലും, അത് ഇടതുപക്ഷമായാലും, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായാലും എല്ലാം ഇങ്ങനെയുള്ള അപകടകരമായ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട പ്രസ്ഥാനങ്ങളാണ്. ഒരേ മനസ്സോടെ ഐക്യത്തോടെ നിന്ന് ഒരു സ്വഭാവത്തിൽ മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനങ്ങളാണ്. എന്താണ് ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്നത്? മറ്റൊരു ചർച്ചയ്ക്ക് ഞാൻ കൊടുക്കും. ആ പ്രസ്ഥാനങ്ങൾ ഇത് കോൺഗ്രസിന്റെ വേദിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇടതുപക്ഷത്തിന്റെ വേദി, ഞാൻ എല്ലാ വേദികളിലും നിരന്തരം വിളിക്കുന്നിടത്തൊക്കെ, എനിക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇവിടെയും ഞാൻ കാണുന്നത് ഇന്ത്യയിൽ നിലനിന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന് രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ നമുക്കൊരു മതേതരത്വം സംരക്ഷിക്കാൻ, വർഗീയതയ്ക്കെതിരെ പോരാടാൻ മറ്റൊരു രാഷ്ട്രീയ ബദൽ ഇന്ത്യയിൽ നമുക്ക് വേറെ അങ്ങനെ കാണിക്കാനില്ല. തീർച്ചയായും ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ഒരു വലിയ സംഭാവന അതിന് നൽകാനുണ്ട്. കേരളത്തിൽ അതുപോലെ നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. ഈ ഒരു വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ആ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കേണ്ട പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു അഭിപ്രായം അതെനിക്ക് ഈ ഒരു വേദിയിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. എന്നെ രാഷ്ട്രീയമായ ഒരു പരാമർശങ്ങളിലേക്കൊന്നും നേരെ കിടക്കുന്നില്ല. ഇതൊരു കലയുടെ വേദിയാണ്, നാടകത്തിന്റെയും മറ്റ് സാഹിത്യത്തിന്റെയും ഒക്കെ വേദിയാണ്. നാടകവും കലകളും സാഹിത്യവും സിനിമയും സംഗീതവും എല്ലാം നല്ല മനുഷ്യരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള മാർഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും അതുതന്നെയാണ്. മനുഷ്യനാണ് പ്രധാനം, മനുഷ്യനാവുകയാണ് ഏറ്റവും പ്രധാനം. നല്ല മനുഷ്യനെ സൃഷ്ടിക്കൽ അത് തന്നെയാണ് കലാപ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പുസ്തകം വായിക്കൂ, ഒരു നല്ല പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ അത് വായിക്കുന്നതിന് മുമ്പുള്ള വ്യക്തിയായിരിക്കില്ല, അത് വായിച്ചതിന് ശേഷമുള്ള നിങ്ങളൊരു നല്ല സിനിമ കാണുമോ, നല്ലൊരു നാടകം കാണുമോ. ഒരു ചീട്ട് കളിക്കാരന്റെ മകൾ സിയർ മഹേഷിന്റെ എന്ന നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടീമാണ് അത് അവതരിപ്പിക്കുന്നത്. നല്ലൊരു മികച്ച നാടകം കണ്ടാൽ, മികച്ച സിനിമ കണ്ടാൽ, മികച്ച പുസ്തകം വായിച്ചാൽ അതിന് മുമ്പുള്ള ഒരു വ്യക്തിയായിരിക്കില്ല, അതിനുശേഷം അത് നമ്മളെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കും, ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മളെ വിധേയമാക്കും. നമ്മളിലുള്ള നന്മയും കരുണയും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും മാനവികതയുടെ മഹാചിന്തകളും അത് നമ്മളിൽ ഉണർത്തും. നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഈ ലോകത്തെ തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. ഈ ലോകത്തിന്റെ നമ്മൾ അതുവരെ കാണാത്ത സൗന്ദര്യ കാഴ്ചകൾ നമ്മൾ കാണും. ലോകത്തെ ഒന്നുകൂടി സുന്ദരമായി, ഒന്നുകൂടി മനോഹരമായി ഈ ലോകത്തെ കാഴ്ചകൾ കാണാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഒന്നുകൂടി നന്നായി സ്നേഹിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. സ്നേഹം അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഏതൊരു സംസ്കാര രീതിയിലും ഞാൻ പറയുന്നത്, മനുഷ്യന്റെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് അഖിലസാരം ഓടിയിരുന്ന് കുമാരനാശാൻ പാടിയത് സ്നേഹത്തിന്റെ സർവ ആന്തര അർത്ഥങ്ങളും അറിഞ്ഞുകൊണ്ടാണ്. സ്നേഹത്തിന്റെ എല്ലാ ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുമാരനാശാൻ പാടിയത്. ഈ പ്രപഞ്ചത്തിന്റെ, മനുഷ്യന്റെ മുഴുവൻ നിലനിൽപ്പിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹം തന്നെയാണ് അഖില സാരം ഒഴിവിൽ. എല്ലാ മതങ്ങളും ഉപനിഷത്തുകളും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഞാൻ.
ഞാനൊരു ദൈവവിശ്വാസം കൂടിയാണ്. എന്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. അതാണ് എന്റെ ദൈവവിശ്വാസം. സ്നേഹമാണ് ഏറ്റവും പ്രധാനം. അവരവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അപരന്റെ സുഖത്തിനായി വരണമെന്ന് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന അപരനെ കൂടി കരുതുന്ന, കാണുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. ലോക സമസ്തയെ സുഖനാഭവന്തി എന്ന് ഹൈന്ദവ സംസ്കാരം തന്നെ പഠിപ്പിക്കുന്നത് ലോകത്തിന് മുഴുവൻ അത് ജാതിയോ മറ്റു ചിന്തകളോ ഒന്നുമില്ല, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, എല്ലാവർക്കും. അതൊരു വലിയ ദർശനമാണ്, അതൊരു സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഫക്കീറിനെ സഹായിക്കാത്തവരെ, സ്നേഹിക്കാത്തവരെ സർവശക്തൻ സ്നേഹിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതും സ്നേഹത്തിന്റെ മഹാദർശനമാണ്. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള പ്രബോധനം അത് യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ്. നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത്. നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരെ, നിന്റെ അയൽക്കാരെ, മറ്റുള്ളവരെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കൂ എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അവർ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറം മനുഷ്യനെ സ്നേഹിക്കൂ, അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അത് വെറുതെ സ്നേഹിച്ചപ്പോൾ നിന്നെപ്പോലെ നീ സ്നേഹിക്കണമെന്നാണ്. അതൊരു ഉപയോഗമില്ല. അത് ആ പേര് അടിവരയിടണം. ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. ഞാൻ എന്നെ എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നത് അതുപോലെ അതേ അളവിൽ അതേ തീവ്രതയിൽ മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ മറ്റു മനുഷ്യരെ സ്നേഹിക്കാം. അത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം. ഒരു ഉപാധികളുമില്ലാതെ അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാത്ത സ്നേഹം മനുഷ്യർ തമ്മിൽ ഉണ്ടാകേണ്ടത് ആ സ്നേഹമാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ രക്ഷകർത്താക്കളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കുറെ സ്വർണമോ പണമോ വലിയ വിദ്യാഭ്യാസമോ വലിയ ആർഭാടമോ ആഡംബരങ്ങളോ അതൊന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ വിത്തുകൾ വിതച്ചു നൽകാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിന്റെ വിത്തുകൾ വിളിച്ചു നൽകാൻ കഴിയണം. നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുമെന്ന് ക്രിസ്തു പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കാൻ, മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ സ്നേഹത്തിന്റെ വിത്തുകൾ ഉള്ളിൽ വിതച്ചു കിട്ടിയ കുഞ്ഞുങ്ങൾ തീർച്ചയായും ഭാവിയിൽ ഏറ്റവും നല്ല മാതൃകകളായി വളർന്നു വരും. അവർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മൊബൈൽ ഫോണുകളുടെയും മാരകമായ ചതുക്കുകളിൽപ്പെട്ട് ജീവിതം തുറച്ചുകളയുന്നവരാകും നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല മാതൃകകളാവും. അവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ വെളിച്ചമുള്ളത് കൊണ്ട് വലിയ വിദ്യാഭ്യാസമൊക്കെ അവർ സ്വയമാർജിച്ചുകൊള്ളും. പ്രായമായ തങ്ങളുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ഒന്നും അങ്ങനെ സ്നേഹമുള്ളിലുള്ള കുഞ്ഞുങ്ങൾ അവരെയൊന്നും പെരുവഴിയിൽ ഉപേക്ഷിക്കുന്നവരാകില്ല. അമ്പലനടകളിൽ കൊണ്ടുപോയി നടതള്ളുന്നവരാകില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രായമായ മനുഷ്യരെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നവരാകും നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹിക്കാൻ പഠിപ്പിക്കുക തന്നെയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? തിരിച്ച് കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് എന്തും നമ്മൾ നൽകാൻ തയ്യാറാണ്. എത്ര വില കൊടുത്തും നമ്മൾ വാങ്ങി നൽകും. പക്ഷെ കുഞ്ഞുങ്ങൾ നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ഒരു സംരക്ഷണ വലയത്തിലാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? ചില വീടുകളിലേക്ക് പോകുമ്പോൾ ഈ അധ്യാപകർക്ക് പറയാറുണ്ട്, നമ്മുടെ പല വീടുകളിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വർണ്ണശബലാഭമായ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിൽ വരികയാണ്. ചില അച്ഛന്മാർ ഇതിലെ ഗൃഹനാഥന്മാർ രാത്രിയൊക്കെ ആകുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ മാരകമായ ലഹരിക്കടിമപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് വീട്ടിലെത്തി ഗൃഹനാഥയെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങളൊക്കെ തല്ലിത്തകർക്കുകയും കണ്ട് വീടുകളുടെ ചില ഇരുണ്ട മൂലകളിൽ ഒളിച്ചു കളയുന്ന ബാല്യങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരുടെ കുരുന്ന കണ്ണുകളിലെ ഭയം കൂടി നമ്മൾ ഈ സമൂഹമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ ഞാനിലേക്കൊന്നും പോകുന്നില്ല. അവിടെയൊക്കെയാണ് സ്നേഹം, അതാണ് ഏറ്റവും വലിയ സംസ്കാരം എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രസക്തി. കലാപ്രവർത്തനങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും അർത്ഥമാക്കുന്നത് ആത്യന്തികമായി മനുഷ്യനിലെ നന്മയെ ഉത്തേജിപ്പിക്കുക തന്നെയാണ്. കലകൾ തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ കലകളെ കുറിച്ചൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പലരും അതൊരു വിനോദ ഉപാധി മാത്രമാണെന്നാണ്. വിനോദ ഉപാധി മാത്രമല്ല, തീർച്ചയായും വിനോദം അതിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധിയായി കൂടി മാറുമ്പോഴാണ് അതിന്റെ ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നത്. കലകൾക്ക് ആ അർത്ഥത്തിൽ കലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ
ഒരു ജനസമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കാൻ, ഉത്തേജിപ്പിക്കാൻ, മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കലാസൃഷ്ടികൾക്ക്, കലാപ്രവർത്തകർക്ക് കഴിയും. അതിനാൽ തന്നെ കലകൾ ഒരു തെറ്റായ സന്ദേശം ഒരിക്കലും കലാസൃഷ്ടികളിലൂടെ സമൂഹത്തിന് നൽകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൂടിയാണ് ഞാൻ. അപ്പൊ ഈ കലകളിലൂടെ എന്തെങ്കിലും സന്ദേശം നൽകണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്തെങ്കിലും സന്ദേശം നൽകിയാൽ അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, ഒരു പുരോഗമനപരമായ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം, അത് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം. അത്തരമൊരു കലാപ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഒരു തെറ്റായ സന്ദേശവും സമൂഹത്തിന് നൽകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനം, കലാകാരൻ, കലാസൃഷ്ടികൾ ഒരല്പമൊന്ന് പാളിപ്പോയാൽ അതൊരു വലിയ ജനസമൂഹത്തെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും. നമ്മുടെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ആ ഒരു ചിന്തയോടുകൂടി വേണം ഉണ്ടാകേണ്ടത്. നമ്മുടെ സാഹിത്യമായാലും കലകളായാലും നമ്മുടെ അത്തരം എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ശരിയിലേക്ക് നയിക്കുന്ന, നന്മയിലേക്കും സത്യത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്നതിന് പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അത് ഈ കാലം ആവശ്യപ്പെടുന്നു, ഈ നാട് ആവശ്യപ്പെടുന്നു. ഫാസിസം ഏറ്റവും അധികം ഭയപ്പെടുന്നത് എഴുത്തുകാരന്റെ മൂർച്ചയുള്ള വാക്കുകളും കലാകാരന്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരങ്ങളുമാണ്. അതുകൊണ്ടാണ് അത്തരം ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നത്. അത് ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ദൗത്യമാണ്. അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സംസ്കാര സാഹിതി ഇവിടെ ഇങ്ങനെ ഒരു സാംസ്കാരിക ഉത്സവം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു. ആ വേദിയിൽ നിൽക്കാൻ ഏറ്റവും അഭിമാനം തോന്നുന്നു. ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ച ഈ സംസ്കാര സാഹിത്യയുടെ എല്ലാ സാരഥികളെയും, പ്രിയപ്പെട്ട സി ആർ മഹേഷ്, ശ്രീ എം വി പ്രദീപ്, പ്രിയപ്പെട്ട അഷ്റഫ് ഖ, ജോസ് തോമസ്, നമ്മുടെ ചേട്ടൻ തുടങ്ങി എല്ലാവരെയും ഇവിടെ ഹൃദയപൂർവ്വം ഞാൻ ആശംസ അറിയിക്കുകയാണ്. ശ്രീ സലീം ഹസൻ ഉൾപ്പെടെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.